ചാൾസ്, നീ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്? നിന്റെ മുന്നിൽ അധികം സമയമില്ല. ചാൾസ്, നീ മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ. അതാണ് നിനക്ക് നല്ലത്. പോലീസ് ഈ സ്ഥലം മൊത്തം വളഞ്ഞിരിക്കുകയാണ്. അന്ന, നീ അന്ന, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അത് അവൻ നമ്മുടെ മോന. വിശ്വ, നീ അനേനെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ നോക്ക്. നിത്യ, നീ അവരുടെ കൂടെ പൊക്കോ. പിന്നെ സായി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അതെ, സായി തന്നെ. എന്താ? എനിക്കറിയാം നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന്. ചാൾസാണ് മാഫിയ ലീഡർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അല്ലേ? എല്ലാം ഇവൻ പറഞ്ഞിട്ടാ, അല്ലാതെ എനിക്കിതൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. ഇനി എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ദാദാ, അവനെ വിട്. ദാദാ, അവനെ കൊണ്ടുപോകുന്നേ. ചാൾസ്, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ ഒന്നുകൂടെ തിരിച്ചു കൊണ്ടെത്താ പ്ലീസ്. ചാൾസ്, നീ ഇവിടെ നിക്ക്. വിക്കി, നിക്ക്. നിനക്കൊന്നും അറിയില്ല. വിക്കി. ഈ സമയം കൊണ്ട് തന്നെ ആദൂനെയും കൊണ്ട് ദാദ ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ചാൾസ്, നിനക്ക് ഞാൻ ഇവനെ തരണമെങ്കിൽ നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ 200 കോടി രൂപയുടെ ഡ്രഗ്സ് അതെനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ദാദാ, അതിനു വേണ്ടി നിങ്ങൾ ആദൂനെ ഇതിനോട്ട് വലിച്ചിഴക്കരുത്. ഞാനതെടുത്ത് തരാം, പ്ലീസ്. വിക്കി, പ്ലീസ് ഒരു മിനിറ്റ് നിൽക്ക്. സായി, നീ തെറ്റിനെല്ലാം കൂട്ടു നിൽക്കുക. നീ അതെന്താ മനസ്സിലാക്കാത്ത? ഒരിക്കലും ഇല്ല വിക്കി. ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാത്ത ഒരുപാട് സത്യങ്ങൾ ഇനിയും നിങ്ങൾ അറിയാനുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത് സായി? എല്ലാം നിങ്ങളറിയും സമയമാകുമ്പോൾ. വിക്കി, ഞാൻ പോവുകയാണ്. എന്നെ ഫോളോ ചെയ്യരുത് പ്ലീസ്. ചാൾസ്, നീ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കില്ല. നീ അടുത്തോട്ട് വരുംതോറും ആദുവിൻ്റെ ജീവനാണ് ആപത്തിലായിക്കൊണ്ടിരിക്കുന്നത്. ചാൾസ്, I have to do this. Sorry. ചാൾസ്, നീ വേഗം ആദൂനെ കൊണ്ടുവിടുന്നു പോ. സായി, നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും ഇല്ല. എന്നെക്കൊണ്ട് അതിന് പറ്റില്ല. ചാൾസ്, മര്യാദയ്ക്ക് ആ ഡ്രഗ്സ് ഇരിക്കുന്ന സ്ഥലം പറ, അല്ലെങ്കിൽ ഇവരുടെ ഗതി തന്നെയായിരിക്കും ആദൂനും. ചാൾസ്, വേണ്ട. എനിക്കെന്തു പറ്റിയാലും നീ അത് പറയരുത്. സായി, എന്തിനാ എനിക്ക് മാത്രം എപ്പോഴും? ഞാൻ പറഞ്ഞു തരാം. ചാൾസ്, നോ പ്ലീസ്. ആദൂനെ കൊണ്ട് ഇവിടെ നിന്ന് പോ പ്ലീസ്. എന്തിനാ? അവളെന്റെ ജീവനായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഞാനെല്ലാം പറഞ്ഞു തരാന്ന്. എന്നിട്ട് നിങ്ങൾ എന്നെ അവളിൽ നിന്ന് അകറ്റാൻ നോക്കി. കുട്ടിക്കാലം മുതൽ നിങ്ങളെല്ലാം അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങളെനിക്ക് സന്തോഷം എന്താണെന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ, എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ, ഉപദ്രവിച്ചിട്ടുള്ളേ ഉള്ളൂ. ഞാൻ എല്ലാം സഹിച്ചു. ഇനി അതില്ല, ഇനി വേണ്ട. എൻ്റെ ജീവനെയാ നിങ്ങൾ എന്നെ നിന്ന് അകറ്റാൻ നോക്കിയേ. മതി എല്ലാം. ചാൾസ്, നീ ആദൂനെ കൊണ്ട് ഇവിടെ നിന്ന് പോ പ്ലീസ്. സായി, അതിന് എന്നെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കതിന് പറ്റില്ല. സായി, നിനക്ക് ഒന്നും വരില്ല. വാ, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ചാൾസ്, പ്ലീസ്, നീ ആദൂനെ കൊണ്ട് ഇവിടെ നിന്ന് പോ പ്ലീസ്. മമ്മ വാ, ഹോസ്പിറ്റലിലേക്ക് പോവാം. ആദു, നീ കരയാൻ പാടില്ല. നിനക്ക് നമ്മൾ പ്രോമിസ് ചെയ്തതല്ലേ, നിനക്ക് നിന്റെ പപ്പേനെയും മമ്മേനെയും നമ്മൾ കണ്ടുപിടിച്ച് തരാമെന്ന്. നീ കരയാൻ പാടില്ല. ഇനി അവരോട് നീ ഹാപ്പി ആയിട്ടിരിക്കണം, കേട്ടോ? ചാൾസ്, നമ്മൾ അവന് കൊടുത്ത പ്രോമിസ് അത് നമുക്ക് പാലിക്കണം. പ്ലീസ്, നീ അവനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം. സായി, നീ പേടിക്കണ്ട. നിന്റെ അടുത്തോട്ട് ഞാൻ ഉറപ്പായിട്ടും വരും. പപ്പ, ഞാൻ കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്ന പപ്പ
മമ്മീനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്ക്. എന്നെ ഇവിടെ വിട്ടേക്ക്. അല്ലാതെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഞാൻ ഒരാൾ മാത്രം കാരണം ഇത്രയും പ്രശ്നങ്ങളിവിടെ ഉണ്ടായത്. നിന്നെ ഞാൻ നിന്റെ പപ്പയുടെയും മമ്മയുടെ അടുത്ത് എത്തിക്കും. അത് ഞാൻ അവർക്ക് കൊടുത്ത വാക്ക. അവനത് എങ്ങോട്ട് പോയി? ഗൈസ്, അവനെ നോക്ക്. അവൻ ജീവനോടെ പോകാൻ പാടില്ല. ആദു ഡാ കണ്ണുറക്ക്. സായി, ചാൾസ്, എവിടെയാ നിങ്ങള്? ആദു ഏട്ടാ പ്ലീസ്, കൂടുതലൊന്നും പറയാനുള്ള സാഹചര്യമല്ല. അവരുടെ ആളുകൾ ഇവിടെ മൊത്തമുണ്ട്. ആദുവിന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പ്ലീസ്. ഹെഡ് ഇഞ്ചുറിയാണ്, ബ്ലീഡിംഗ് ഉണ്ട്. വേഗം. ചാൾസ്, നിനക്കിതെന്താ പറ്റിയ? നിന്റെ ബോഡി ബ്ലീഡ് ആവുന്നുണ്ട്. സായി എവിടെ? സായി അവൾക്കൊന്നും വരില്ല ഏട്ടാ. അവളെ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവരും. ഏട്ടൻ അതിനെ കൊണ്ട് ഇവിടെ നിന്ന് വേഗം പോകും. സായി, നീ എന്നോട് ക്ഷമിക്കും. നിനക്ക് ഞാൻ തന്ന വാക്ക് പോലെ എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. എന്നോട് ചാൾസ്, ആദു ഏട്ടൻ്റെ കൈ കൊടുത്തോട്ട് ഹോസ്പിറ്റലിൽ. ചാൾസ്, നീ ഇവിടെ നിന്ന് പൊക്കോ. നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടില്ല സായി. നിൻ്റെ കൂടെ ഞാൻ കാണും, എന്നും എപ്പോഴും. നീ പേടിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. നിത്യ, ആദോനിപ്പോൾ എങ്ങനെയുണ്ട്? ഏട്ടാ, അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആണ്. എടാ അന്നയോ? കാഷ്വാലിറ്റിയിലാണെടാ. ഇതൊക്കെ പെട്ടെന്ന് കണ്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഷോക്ക് കാരണം അന്നേച്ചി ഫെയിൻ്റായി വീണതാ. ഡാ വിക്കി, നിനക്ക് അവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയായിരുന്നോ? ഇല്ലടാ, ഞാനിപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിയാണ്. നമ്മുടെ ആളുകൾ അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആയിട്ടും അവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നിത്യ, സായിനെ വേഗം ഐസിയിലേക്ക് കയറ്റ്, വേഗം. നിത്യ, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ്, വേഗം. ഹാരി, സായിക്ക് ഇതെന്താ പറ്റിയേ? ചാൾസ് എവിടെ? അവൻ ഇനി വരില്ല. ഹാരി, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? സായി, നീ പേടിക്കണ്ട. നിനക്ക് ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേഗം തന്നെ ഹോസ്പിറ്റലിലെത്തും. നീ ഇങ്ങനെ കരയല്ലേ? എനിക്ക് ഈ മുറിവ് പോലും വേദനിക്കുന്നില്ല. പക്ഷെ നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് കൂടുതൽ വേദനിക്കും എൻ്റെ മനസ്സ്. ഇല്ല, നീ കരയില്ല. നമ്മളിപ്പോൾ തന്നെ എത്തും. അതെ, നിങ്ങൾ എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചതാ. ചാൾസ്, നിനക്കിത് എന്താ പറ്റിയേ? ആലീസ്, വേഗം സായിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അവളെ ഹാഫ് ആൻ അവറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അല്ലെങ്കിൽ വേഗം പോവും നിങ്ങൾ. ചാൾസ്, നീ കൂടി എണീക്ക്. വാ, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഞാനിനി എന്തിനായിട്ടാ? ഞാൻ ഉറപ്പായി രക്ഷപ്പെടില്ല. എൻ്റെ ബോഡിയിൽ ഒരു മരുന്നും എഫക്റ്റ് ചെയ്യില്ല. ഏട്ടൻ വേഗം സായിനെയും കൊണ്ട് ഇവിടെ പോകും. അവളെ ഹോസ്പിറ്റലിൽ എത്തിക്ക് പ്ലീസ്. അവൾക്ക് Cause you know this, cause